ഇപ്പോൾ അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിന് പുറത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഇന്നും ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. 10 മണിക്ക് പ്രതിപക്ഷ എംപിമാർ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ചും നടത്തും. നമുക്കൊപ്പം ഇന്നലത്തെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പി സന്തോഷ് കുമാർ CPI MP ഉണ്ട് തത്സമയം. പി സന്തോഷ് കുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ യഥാർത്ഥത്തിൽ കണ്ടതൊക്കെ അസാധാരണമായ സംഭവ വികാസങ്ങളാണ്. നമ്മളൊന്നും കണ്ട ചരിത്രമില്ല. പാർലമെന്റിന് ഉള്ളിലുള്ള വാക്പോരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പാർലമെന്റിന് പുറത്തുള്ള വാക്പയറ്റും ഒപ്പം നേതാക്കന്മാരും BJP കോൺഗ്രസ് എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയും കണ്ടു. ഇന്നെന്താണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? ശക്തമായിട്ട് BJP എതിർക്കലാണോ ഇന്നത്തെയും അജണ്ട? അല്ല, യഥാർത്ഥത്തിൽ ഇത് ഇന്നലെ എന്നല്ല, അമിത്ഷായുടെ ഈ വളരെ മോശപ്പെട്ട പരാമർശം പ്രസംഗമധ്യേ ഉണ്ടായ 17-ാം തീയതി തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യസഭക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടാണ് ഈ ചിത്രീകരണം പോലും നടക്കുന്നത്. പ്രതിപക്ഷം എന്ത് പറയുന്നു എന്നത് പുറം ലോകം ഔദ്യോഗികമായി അറിയുന്നതിനുള്ള ഒരു മാർഗവുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അത് ചിത്രീകരിക്കാനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വൺ സൈഡാണ് കാണിക്കുന്നതെല്ലാം. അമിത്ഷാ വളരെ അപകടകരവും അപമാനകരവുമായ ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഉയർന്നു വന്ന ഉടനെ തന്നെ കഴിയാവുന്ന രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. പക്ഷെ അത് അവിടെ ആ നിലയിൽ വിലപ്പോകുന്ന ഒന്നല്ല. കാരണം ഈ ബഹളത്തിനിടയിലും BJP വളരെ സ്റ്റഡൻ്റായി നിൽക്കുന്നു. ഏകപക്ഷീയാണ്. അപ്പൊ അന്ന് പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാനുള്ള സാഹചര്യം കിട്ടാത്തത് കൊണ്ട് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കേണ്ടി വരുന്ന ഗതികേടിലാണ്. അതാണോ? അല്ല 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 ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരത്തിലേക്കാണ്. ഞാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം. അപ്പം അന്ന് ആരംഭിച്ച ഒരു പ്രതിഷേധമാണ് പിന്നീട് 18-നും 19-നും ഒക്കെയായി തുടർന്നത്. ഇന്നും ആ പ്രതിഷേധം തുടരും. ഞങ്ങളിതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. ഇന്ത്യ അലയൻസിലെ ഈ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുകൂടുന്ന പാർട്ടികളാണല്ലോ. ചില കോർ ഇഷ്യൂസിൻ്റെ പുറത്താണ്. അപ്പോൾ ഇന്നലെ അംബേദ്കർ പ്രതിമയുടെ മുമ്പിൽ ഒത്തുകൂടി അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രകടനമാണ് നമ്മൾ മകരദ്വാറിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വരുന്നത്. അതിനിടയിലാണ് ഈ നാടകീയങ്ങളായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. BJP വളരെ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ MPമാരെല്ലാം തന്നെ ഏതാണ്ട് ഒരു 9:30 മണിയാകുമ്പോൾ മകരദ്വാർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സംഭവവികാസങ്ങളിൽ നോക്കൂ, ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. ഈ ബിമൽ പട്ടേൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പാർലമെൻറ്റ് എന്ന് പറയുന്നത് വേറെ പലതിനും കൊള്ളാത്ത ഒന്നാണെങ്കിലും അതിൻ്റെ ഈ CCTV എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഏത് കോണിലേക്ക് വെച്ച് നോക്കി സൂം ചെയ്താലും വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ കഴിയും. ഇതിൻ്റെ CCTV ഫുട്ടേജ് ഒരു ഡിസ്റ്റോർഷനും ഇല്ലാതെ എന്താണ് ഡോക്ടറിങ് എന്നല്ല പറയുന്നത്, നമ്മൾ ഒന്നും ചെയ്യാതെ അത് അങ്ങ് പുറത്തു വിട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ സത്യം പുറത്തു വരും. ബാക്കിയൊക്കെ ഈ ബഹളം ഇവർ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഈ രാഹുൽ ഗാന്ധി തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും വാസ്തവം ഇല്ലല്ലോ അല്ലേ? ഈ സാധാരണഗതിയിൽ ഒരു വാസ്തവവും ഇല്ല. നോക്കൂ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം അങ്ങോട്ട് ഞങ്ങൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു സംഘം പ്രതിരോധിക്കുന്നു. അപ്പോൾ അന്നേരം പിന്നെ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു ബാലിശായിരിക്കുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഏത് മോശപ്പെട്ട ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ അംബേദ്കർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ജനവികാരത്തെ മറികടക്കാനുള്ള ഒരു ചീപ്പ് പരിപാടിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അംബേദ്കർ വിഷയത്തിൽ ശരിക്കും ഒരുമിച്ചിട്ടുണ്ടല്ലേ? ഒരുമിച്ച് തന്നെ ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നും നടക്കുക. ഇന്നിപ്പോ വിജയ് ചൌക്കിൽ നിന്നാണോ മാർച്ച് ആരംഭിക്കുന്നത്? ഞാൻ വിജയ് ചൌക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്നലെയും ചില ചർച്ചകളിലൊക്കെ ചില BJP വക്താക്കൾ പറയാൻ ശ്രമിക്കുന്നത് കണ്ടു കോൺഗ്രസ് മാത്രമാണെന്ന്. അങ്ങനെയല്ല, കോൺഗ്രസിൻ്റെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഏതാണ്ട് എല്ലാ കക്ഷികളും പിന്നെ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇന്നലെ ഇപ്പോൾ ചിലർ പങ്കെടുത്തോ ഇല്ലയോ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷേ ബൈ ആൻഡ് ലാർജ് ഇന്ത്യ സഖ്യം ഇൻടാക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു വലിയ സമരമാണത്. അത് രാജ്യം ഏറ്റെടുക്കുന്നില്ല. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് കഴിയും. ഇത് ഇന്ന് നടന്നാലും പാർലമെൻറ്റ് നടന്നാലും നടന്നില്ലെങ്കിലും ഇന്ന് സമ്മേളനം കഴിയും. പക്ഷെ വരും ദിവസങ്ങളിൽ രാജ്യം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും അത്. കാരണം നിങ്ങൾ പറഞ്ഞ സ്റ്റൈലും പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു അംബേദ്കർ എന്ന് ഉച്ചരിച്ച ഒരു സ്റ്റൈല്, അത് ഒന്നാമത്തെ കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് പറയുന്ന പോലെ നിനക്കൊക്കെ പോയി പോലെ രാമനാമം ചോദിച്ചുകൂടെ എന്ന് പറയുന്ന പോലെയാണ്. ഈ പണിക്ക് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല എന്ന ഒരു സ്റ്റൈലാണത്. അപ്പോൾ നിങ്ങളൊരു ബോൺ എറഗൻ്റ് ആണെങ്കിൽ നിങ്ങളെ എറഗൻസ് ഓട്ടോമാറ്റിക്കലി പുറത്തു വരും. അതാണ് അമിത്ഷായുടെ പ്രസംഗത്തിനകത്ത് ഉണ്ടായത്. എന്തെല്ലാം കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞു വെച്ചു. അമിത്ഷാ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചു. അതുകൂടാതെ UCC നടപ്പാക്കും, ഞങ്ങളെ
ആർക്കും തടയാൻ കഴിയില്ല. ഞങ്ങളെ തടയാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതൊക്കെ അമിത്ഷായുടെ ഈ വളരെ അപകടകരമായ ശരീരഭാഷയോടുകൂടി നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണ്. ഞങ്ങൾ നടപ്പാക്കും അത്. എന്നാലും പരസ്യമായിട്ട് അദ്ദേഹം പറയുന്ന സ്ഥിതിയുണ്ടായി. അപ്പം ഞാൻ പറയുന്നത് ആ നിലയിലുള്ള വളരെ വളരെ അപകടകരമായ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പ്രതിപക്ഷം ഓർത്തിയിട്ടുള്ളൂ. വേറെയും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഓർത്തി കാണിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെ മറികടക്കാനാണ് ഈ കേസൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും വിലപ്പോകുന്ന കാര്യമല്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. നീലയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പം ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരും നീലയണിഞ്ഞായിരിക്കുമോ പ്രതിഷേധം? അല്ല, അങ്ങനെയല്ല. ഒരു രൂപത്തിൽ വരണമെന്നില്ലാണ്. ഞാനിപ്പോൾ രാവിലെ വീട്ടിലായതുകൊണ്ട് ഇവർ പെട്ടെന്ന് വന്നപ്പോൾ കിട്ടിയതൊരു നീല ഷർട്ടാണ്, അത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ നീലയല്ല അവിടെ ഇടാൻ പോകുന്നത്, വേറെ നീലയുണ്ട്, ഇരിപ്പുണ്ട്. ജയ് ഭീം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സന്തോഷ്? ജയ് ഭീം ഉറപ്പായിട്ടും പുതിയ കാലത്ത് നമ്മൾ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. കാരണം ഈ നുണകൾക്കെതിരെയുള്ള വലിയൊരു സമരമായിട്ടാണ് ഇതിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, താങ്ക് യു സന്തോഷ്. അപ്പോൾ എനിക്കറിയാം തിരക്കുണ്ടെന്നറിയാം, രാജ്യസഭയിലേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു. പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സന്തോഷ് കുമാറും സംഘവും. ഇന്ത്യ മുന്നണിയിലെ എല്ലാ സഖ്യകക്ഷികളും ഒരുമിച്ചു ചേർന്നാണ് ഇന്നിപ്പോൾ BJP നേരിടാൻ പോകുന്നത്. ഒരു ഭാഗത്ത് ജയ് ഭീം, മറുഭാഗത്ത് ജയ് ശ്രീറാം. മുദ്രാവാക്യങ്ങൾ ഒരുപാട് മുഴങ്ങുന്നു, ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുഴങ്ങട്ടെ. ആ നാനാത്വത്തിൻ്റെ സൗന്ദര്യമാണല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷം വിജയ് ചൗക്കിൽ നിന്നാണ്, ഞാനും അറിയാതെ ഇന്ന് നീലയാണ് ഇട്ടിരിക്കുന്നത് കേട്ടു. അപ്പോൾ നീലപ്പെട്ടി മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമേറിയ വിഷയങ്ങൾ അങ്ങ് പാർലമെന്റിലുണ്ട്. അവിടെ നീല ഉടുപ്പാണ് വിഷയം. അപ്പോൾ നീൽ സലാം എന്ന് പറയുന്നത് പോലെ നീല എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ നിറമായത് എന്നറിയാമോ? നീല യഥാർത്ഥത്തിൽ അംബേദ്കർ 1942 അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പതാക നീല ഫ്ലാഗിലായിരുന്നു, ബ്ലൂ ഫ്ലാഗായിരുന്നു. പിന്നീട് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്തും അദ്ദേഹം നീലയോടൊരു താല്പര്യം പ്രകടിപ്പിച്ചു. നീല എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു നിറമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഇന്നലെ നമ്മൾ കണ്ടത്, അടുത്ത കാലത്ത് വെളുത്ത വസ്ത്രം ഉപേക്ഷിച്ചിട്ടേ ഇല്ല രാഹുൽ ഗാന്ധി. ഇന്നലെ നീലവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്ത് മുഴുവൻ ഒരു നീലത്തരംഗം കാവ്യതരംഗത്തിന് പകരമായിട്ട് വരുമോ? നീലത്തരംഗവും കാവ്യതരംഗവും തമ്മിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കട്ടെ. അതാണ് നമ്മുടെ നാടിനാവശ്യം. ഏത് തരംഗമാണ് നല്ലത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ്. BJP ശക്തമായിട്ട് എതിർക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ മറുഭാഗത്ത് നീലത്തരംഗവുമായി പ്രതിപക്ഷവും എത്തുന്നു. കാവ്യതരംഗവും നീലത്തരംഗവും ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും മേൽക്കൈ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.